സമസ്തയിലെ ലീഗ് അനുകൂലികൾ പാണക്കാട്ട് യോഗം ചേർന്നു. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാട് എത്തിയത്. സമസ്തയിലെ ഭിന്നത പരിഹരിക്കാൻ ഇന്ന് വൈകിട്ട് 3-ന് സമവായ ചർച്ച നടക്കും. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ കുറച്ചു നാളുകളായി സമസ്തയിൽ വലിയ ഭിന്നതയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗവും രംഗത്ത് വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ വിമർശനങ്ങൾ തമ്മിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. CIC വിഷയവും അതോടൊപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉമർ ഫൈസി മുക്കം വിമർശിച്ചതും അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമസ്തയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത രൂപപ്പെടാൻ തന്നെ കാരണം. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സമവായ ചർച്ച വിളിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ ലീഗിനെ അനുകൂലിക്കുന്ന 10 പേരും ലീഗ് വിരുദ്ധരിൽ നിന്നുള്ള 10 പേരും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള പ്രധാന നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലീഗ് വിരുദ്ധ പക്ഷം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മുഷാവറ ചേരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു യോഗം വേണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ലീഗ് വിരുദ്ധ പക്ഷം സ്വീകരിക്കുന്നത്. ആദ്യം മുഷാവറ ചേർന്ന് ആ മുഷാവറയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. അതിനുശേഷമേ ഒരു സമവായ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമവായ ചർച്ചയ്ക്ക് തങ്ങൾ പങ്കെടുക്കൂ എന്ന നിലപാടിലാണ് ലീഗ് വിരുദ്ധ പക്ഷം ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ലീഗ് അനുകൂല പക്ഷം, ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് ചർച്ച നടത്തുന്നതും ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു സമവായ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ലീഗ് വിരുദ്ധ പക്ഷം ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.